എല്ലാവർക്കും സോഫിയാസ് ഫുഡ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നേന്ത്രയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. ഇതെൻ്റെ നാടൻ നേന്ത്രവാഴയ്ക്കാണ് കേട്ടോ. നമുക്ക് ആദ്യമേ ചെറിയുള്ളിയുടെ തോല് നല്ലപോലെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ മാർക്കറ്റിൽ നമുക്ക് വേറൊരു ടൈപ്പ് കൂടെ അവൈലബിൾ ആണ്, ഈ സബോളയുടെ ചെറുതുപോലെ. പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ് നമുക്ക് ഈ ഒരു തരത്തിലുള്ളതിനായിരിക്കും. അപ്പം ഇതെല്ലാം വൃത്തിയാക്കി നമുക്കൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ തോല് കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ കട്ടി കുറയണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് വഴറ്റാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി കട്ടി കുറച്ചെന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. എത്രത്തോളം ഒണിയൻ കൂടുതൽ ഉപയോഗിക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നു എന്ന് വേണം പറയാൻ. അപ്പം ഇതിനെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ചെറിയുള്ളി വേണ്ട, നമുക്ക് സവോള വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ചെറിയുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത്, സബോളയാണെങ്കിൽ ഈസി ആയിട്ട് കട്ടിങ് നടക്കും. ഇതാകുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ലഭിക്കും. നമ്മുടെ ഒണിയൻ കട്ടിങ് അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കറി ശരിക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആകെപ്പാടെ ഡിഫിക്കൽട്ട് എന്ന് പറയാനായിട്ട് ഈ ഒണിയൻ കട്ട് ചെയ്യലും അതിൻ്റെ തൊലി കളയലും മാത്രമാണ്. അപ്പം നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി സബോള യൂസ് ചെയ്തിട്ട് നമുക്കിതങ്ങ് പെട്ടെന്ന്, അതായത് ഒട്ടും സമയമില്ലാത്ത സമയത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. ഒരുപാട് സമയവും ആവശ്യമില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തങ്ങ് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത സാധനമെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ വാഴയ്ക്ക അതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കണം, അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയും വേണം. അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സ് തുടങ്ങാം. ഞാൻ 2 പച്ചമുളകും കൂടെ ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വാഴയ്ക്കേൻ്റെ പണി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നടുക്ക് കൂടെ കീറിയിട്ട് വേണമെങ്കിൽ ഇടാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് എരിവ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കൂടുതലിടാം. പിന്നെ തീരെ വേണ്ട, കുരുമുളക് പൊടി മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും മതി. ഏതായാലും ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതേപോലെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി വാഴയ്ക്ക കട്ട് ചെയ്യാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ നമ്മൾ ഇതേപോലെ വെള്ളം എടുത്ത് വെച്ചേക്കണം. കാരണം ഈ വാഴയ്ക്കേൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെറുതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കറ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ എടുത്തത് വേണ്ടേ, ഇതേപോലെ നന്നായിട്ട് എല്ലായിടത്തും, അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് തേക്കണം. അതിന് ശേഷം വേണം ഓരോ വാഴയ്ക്കയായിട്ട് എടുത്ത് കട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന നല്ല നാടൻ വാഴയ്ക്കയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ. അപ്പം അത് നന്നായിട്ട് 2 സൈഡും അങ്ങ് ചെത്തി അങ്ങ് കളഞ്ഞ് വെച്ച് നല്ലപോലെ ആ തൊലി മൊത്തത്തിലങ്ങ് കീറി കളയണം. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കോ അല്ലെങ്കിൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴോ ചോറിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ട് കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. നമ്മൾ ഈ വാഴയ്ക്കെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കറുത്തൊന്നും പോയിട്ടൊന്നുമില്ല. എൻ്റെ കൈ നോക്കിക്കേ, ഒട്ടും കറയൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറ ഒരു തുള്ളി പോലും പറ്റത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാഴയ്ക്ക ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വാഴയ്ക്ക ഓരോന്നായി എടുത്തിട്ട് ഒരു ശകല നീളത്തിൽ ആദ്യമേ കട്ട് ചെയ്ത് എടുക്കണം. അതിന് ശേഷം വേണം നടുക്കുകൂടെ ഒന്ന് മുറിച്ച് ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ഇതേ കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നോക്കിയേ, ഒരുപാട് കട്ടിയില്ല, ഇതേപോലെ ഒരു ശകല നീളത്തിൽ. അങ്ങനെയാണ് നമ്മുടെ മെഴുക്ക് വരട്ടീൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ എല്ലാ വാഴയ്ക്കകളും മുറിച്ച് എടുക്കാം.
ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമ്മളെല്ലാം വെള്ളത്തിലേക്കിട്ട് അതൊരു 1-2 തവണ കഴുകിയെടുക്കുവാണെങ്കിൽ ആ ഒരു കറേൻ്റെ ചുവ അങ്ങ് ഒഴിവായി കിട്ടും. ചിലപ്പോൾ നമുക്ക് ആ കറേൻ്റെ ചുവ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് കാണത്തില്ല. അത്ര സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതുപോലെ ഫുള്ള് വാഴയ്ക്ക നമുക്ക് ചെത്തിയെടുക്കാം. മുഴുവൻ വാഴയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ട കുരുമുളക് ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് മിക്സി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് ഇടിച്ചാലും മതിയാവും. ഞാനിപ്പം ഒരു ഇടിക്കുന്ന കല്ലിലിട്ടിട്ട് ഇടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നന്നായിട്ട് ഇതേപോലെ ഇടിച്ച് അതിനെ പൊടിച്ചെടുക്കണം. അങ്ങനെ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ആവശ്യമുള്ള സമയത്ത് ഡയറക്റ്റ് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ, കഴുകി വൃത്തിയാക്കിയൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് വാഴയ്ക്കാനെ ഇട്ട് കൊടുക്കണം. 2 വട്ടം ഞാൻ വെള്ളം മാറ്റിയതാണ്. എന്നിട്ട് അതിൽ നിന്ന് വാഴയ്ക്ക് മാത്രം എടുത്ത്, ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ട, വാഴയ്ക്ക് മാത്രം എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്താൽ മതിയാവും. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും കൂടെ ഇതിൻ്റെ മേലെ ഇടണം. നമ്മുടെ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് ഒരു 2 വിസിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പം അത് വെന്ത് വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കർ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റൗവിലേക്ക് ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യാനുസരണം എണ്ണയും ഒഴിച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മെഴുക് പുരട്ടി ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം എണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്കതിനൊരു ടേസ്റ്റ് വരുന്നത്. നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി അതിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണയും ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ കടുകും ജീരകവും പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒണിയൻസും എല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വെളുത്തുള്ളി ചേർന്ന് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വഴറ്റുന്നതിനകത്തേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് കുറച്ച് കുറവായിരുന്നു വാഴയ്ക്കകത്ത്, അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ടേസ്റ്റ് നോക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആക്കി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്ന നമ്മുടെ ഉള്ളിയിലേക്ക് എന്ത് ചെയ്യണം, ഇനി നമ്മൾ നമ്മുടെ വാഴയ്ക്കനെ ഇട്ട് കൊടുക്കണം. നമുക്കിനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയും വാഴയ്ക്കയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വരുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി ചതച്ച് കളയണമെന്നില്ല, എന്നാലും നമുക്ക് ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിനെ ഒന്ന് കലക്കി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലേക്കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഈസി ആയിട്ട് മിക്സ് ആയിക്കോളും. അല്ലെങ്കിൽ അത് പൊടിയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ കുറച്ച് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അങ്ങനെ നമ്മൾ എല്ലാം ആവശ്യത്തിന് ഉപ്പും എല്ലാം കൊടുത്ത് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ പെപ്പർ പൗഡർ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി എടുത്തൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം തീരെ കുറഞ്ഞു പോകാതെ നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വേറെ എരിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും പെപ്പർ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിരിക്കുവാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ വെറുതെ കഴിക്കാം. അതല്ല മോരുകറിയോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ തൈരിൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചത്.
നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ഈ ജേണിയിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.